ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇൻകം ഫ്രം സാലറീസിൻ്റെ 6ാമത്തെ ക്ലാസ്സാണിത്. അതിൽ പെർക്വിസിറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പെർക്വിസിറ്റ്സിൻ്റെ 3ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ 2 വീഡിയോസിൽ നമ്മൾ പെർക്വിസിറ്റ്സിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പെർക്വിസിറ്റ്സും സെക്കൻഡ് ടൈപ്പ് ഓഫ് പെർക്വിസിറ്റ്സിലെ കുറച്ച് ഭാഗങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും അത് കണ്ടു നോക്കുക. അതിനായിട്ട് ഇൻകം ടാക്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ മുകളിൽ ഐകാർഡ്സിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരും ഇവിടെ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ക്ലാസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ എല്ലാ ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുകയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എങ്കിലാണ് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പെർക്വിസിറ്റ്സ് ടാക്സബിൾ in the case of specified employees only. അതിൽ ടോട്ടൽ 5 പെർക്വിസിറ്റ്സ് ആണുള്ളത്. അതിൽ 4 നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ബാലൻസിങ് ആയിട്ട് വരുന്നത് ഫെസിലിറ്റി ഓഫ് കാർ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ഫെസിലിറ്റി ഓഫ് എ കാർ. ഫെസിലിറ്റി ഓഫ് എ കാർ എന്ന് പറയുമ്പോൾ സ്പെസിഫൈഡ് കമ്പനിയിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന കാർ ഫെസിലിറ്റി. ആരാണ് സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്നൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എംപ്ലോയർ ഇങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു പെർക്വിസിറ്റ് ആണ് ഫെസിലിറ്റി ഓഫ് കാർ. ഫെസിലിറ്റി ഓഫ് എ കാറിന്റെ ടാക്സബിൾ വാല്യൂ എന്താണെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ കുറച്ച് കാൽക്കുലേഷൻസ് അധികമുള്ള ഒരു പെർക്വിസിറ്റ് ആണ് ഫെസിലിറ്റി ഓഫ് എ കാർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പറയാം. ഫസ്റ്റത്തെ വരുന്നത് കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് എക്സ്പെൻസസ് മീറ്റ് ബൈ എംപ്ലോയർ. സ്പെസിഫൈഡ് എംപ്ലോയീസിന് പെർക്വിസിറ്റ് ആയിട്ട് കൊടുക്കുന്ന കാർ ഫെസിലിറ്റി, അതിൽ കാറ് ഓൺ ചെയ്യുന്നതും അതിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതും എംപ്ലോയറാണ്. അതായത് ആ കാറ് എംപ്ലോയറിൻ്റെ സ്വന്തമാണ്. അതിലുള്ള എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നത് എംപ്ലോയറാണ്. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ കാറിൻ്റെ സർവീസ് ചാർജ്, മെയിൻ്റനൻസ് ചാർജ്, പെട്രോള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നതും എംപ്ലോയർ ആണ് എങ്കിൽ വാല്യൂ ഓഫ് എ കാർ എന്തായിരിക്കും നോക്കാം. അതിൽ 3 സിറ്റുവേഷൻസ് ആണ് വരുന്നത്. ഓഫീസ് യൂസിന് മാത്രമാണ് ആ കാറ് എംപ്ലോയി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നില്ലായിരിക്കും. ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പെർക്വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന സർവീസാണ്. പക്ഷെ ആ സർവീസിന് എംപ്ലോയി ടാക്സ് പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ് എംപ്ലോയി ആ ഒരു ഫെസിലിറ്റി, കാർ ഫെസിലിറ്റി യൂസ് ചെയ്തെങ്കിൽ അതിൻ്റെ വാല്യൂ നില്ലാണ്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് എംപ്ലോയി യൂസ് ചെയ്തതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഓൾ എക്സ്പെൻസസ് പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഡിപ്രിസിയേഷൻ പ്ലസ് സാലറി ഓഫ് ഡ്രൈവർ മൈനസ് റിക്കവറി ഫ്രം എംപ്ലോയി. ഓക്കെ, അതായത് ആ കാറായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെയിൻ്റനൻസ്, സർവീസ്, പെട്രോൾ, അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസസും അതിനോടുകൂടി ആ ഒരു കാറിൻ്റെ ഡിപ്രിസിയേഷനും കൂടി കണക്കാക്കണം. എന്തുകൊണ്ടാണ് ഇവിടെ ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത്? എംപ്ലോയറിൻ്റെ സ്വന്തം കാറാവുമ്പോൾ അതിൻ്റെ 10% ഡിപ്രിസിയേഷൻ, ആക്ച്വൽ കോസ്റ്റിൻ്റെ 10%. പിന്നെ അതിന് ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, എംപ്ലോയീസ് സ്വന്തമായിട്ടല്ല ഓടിക്കുന്ന, അതിന് ഒരു എംപ്ലോയിക്ക് ആ ഒരു കാറിനോടൊപ്പം ഒരു ഡ്രൈവർ ഫെസിലിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ഡ്രൈവറിൻ്റെ സാലറിയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു എമൗണ്ടിൽ നിന്നും ഈ ഒരു കാർ ഫെസിലിറ്റിക്കായിട്ട് എംപ്ലോയി എന്തെങ്കിലും എംപ്ലോയർക്ക് എമൗണ്ട് നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു കേസിൽ വരുന്നത്. പിന്നെ ഇവിടെ 3ാമത്തെ സിറ്റുവേഷൻ വരുന്നത് പേഴ്സണൽ ആൻഡ് ഓഫീസ് യൂസ് ബോത്ത്. അതായത് ഈ ഒരു ഫെസിലിറ്റി ഓഫ് എ കാർ എന്നുള്ളത് ഓഫീസ് യൂസിനും പേഴ്സണൽ യൂസിനും കൂടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ വാല്യൂ എങ്ങനെ കാണുന്നത്? അതിൽ കാറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്മോൾ കാർ ആണെന്നുണ്ടെങ്കിലും ബിഗ് കാർ ആണെന്നുണ്ടെങ്കിലും 2 തരം എമൗണ്ട് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്മോൾ കാറ്, ബിഗ് കാർ എന്നുള്ള കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കാറിന് 1.6 ലിറ്റർ CC വരെയാണ് അതിൻ്റെ കപ്പാസിറ്റി എങ്കിൽ അത് സ്മോൾ കാർ ആയിരിക്കും.
അല്ല 1.6 കൂടുതലാണ് അതിൻ്റെ ലിറ്റർ CC എങ്കിൽ അത് ബിഗ് കാർ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ആ CC കണക്ക് തരും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്മോൾ ആണോ ലാർജ് ആണോ എന്ന് തീരുമാനിച്ചിട്ട് എമൗണ്ട് കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്മോൾ കാർ ആണെന്നുണ്ടെങ്കിൽ 1800 പെർ മന്ത്. ഓക്കെ, പ്ലസ് 900 പെർ മന്ത് ഫോർ ഡ്രൈവർ. ക്ലിയർ? അപ്പോൾ ഒരു മാസത്തിൽ 1800 രൂപയും അതേപോലെ തന്നെ ഡ്രൈവർക്ക് വേണ്ടിയിട്ട് 900 രൂപയും ഒരു മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എങ്കിലാണ് സ്മോൾ കാറിൻ്റെ വാല്യൂ കിട്ടത്തുള്ളൂ. ഇനി ബിഗ് കാർ ആണെന്നുണ്ടെങ്കിലോ 2400 പെർ മന്ത് പ്ലസ് 900 പെർ മന്ത് ഫോർ ഡ്രൈവർ. രണ്ട് കേസിലും ഡ്രൈവർക്ക് 900 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എമൗണ്ടിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. ഇനി ഇവിടെ രണ്ടാമത്തെ കേസ് വരുന്നത് കാർ ഓൺഡ് ബൈ എംപ്ലോയർ ആൻഡ് എക്സ്പെൻസസ് മീറ്റ് ബൈ എംപ്ലോയി. കാറ് എംപ്ലോയറിൻ്റെ സ്വന്തമാണ്, പക്ഷെ അതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ വ്യത്യാസം. എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണെന്നുള്ളതാണ് ഇവിടെ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ ഓഫീസ് യൂസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല, നില്ലാണ്. ദെൻ പേഴ്സണൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് എ കാർ എന്നുള്ളത് 10% of depreciation plus salary of driver minus recovery. അപ്പോൾ ഇതിൽ എന്താണ് വ്യത്യാസമായിട്ട് വരുന്നത്? നമ്മൾ മുമ്പത്തെ കേസിൽ പറഞ്ഞതിൽ നിന്നും ഇവിടെ എക്സ്പെൻസസ് എന്നുള്ളത് ആഡ് ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണ്. സോ അതിന് എംപ്ലോയി ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ എക്സ്പെൻസസ് ഒഴിച്ച് ബാക്കി 10% ഓഫ് സാലറിയും ഡ്രൈവറിൻ്റെ സാലറിയും ആഡ് ചെയ്തിട്ട് എംപ്ലോയി എന്തെങ്കിലും എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട് എംപ്ലോയർക്ക് പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കാണിക്കണം. എന്നാലാണ് വാല്യൂ ഓഫ് എ കാർ ഇൻ പേഴ്സണൽ യൂസ്. ഓക്കെ, ഈ ഒരു കേസിൽ കേട്ടോ. ഇനി നെക്സ്റ്റ് പേഴ്സണൽ ആൻഡ് ഓഫീസ് യൂസ് ബോത്ത്. ഈ ഒരു കേസിൽ അതായത് കാർ ഓൺ ചെയ്യണത് എംപ്ലോയർ ആൻഡ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യണത് എംപ്ലോയി എങ്കിൽ ആ ഒരു കാറ് പേഴ്സണലും ഓഫീസ് യൂസിന് വേണ്ടി ഒരുമിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയും സ്മോൾ ആൻഡ് ലാർജ് കാറ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ നോക്കുന്നത്. എല്ലാ കേസിലും സ്മോൾ ആൻഡ് ലാർജ് കാറ് കാറ്റഗറൈസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ആ ലിറ്റർ CCയുടെ കേസിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്മോൾ കാർ ആണെന്നുണ്ടെങ്കിൽ 600 പെർ മന്ത് പ്ലസ് 900 പെർ മന്ത് ഫോർ ഡ്രൈവർ. ഒരു മാസത്തിൽ 600 രൂപയും അതേപോലെ തന്നെ ഡ്രൈവർക്ക് ഒരു മാസത്തിൽ 900 രൂപയും. അത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ കാറിൻ്റെ വാല്യൂ കിട്ടും. ദെൻ ലാർജ് കാർ ആണെന്നുണ്ടെങ്കിൽ 900 പെർ മന്ത് പ്ലസ് 900 പെർ മന്ത് ഫോർ ഡ്രൈവർ. ക്ലിയർ? അപ്പോൾ രണ്ട് കേസിലും ഡ്രൈവറിൻ്റെ എമൗണ്ട് വന്നിട്ട് 900 ആണ്. ക്ലിയർ? ഇങ്ങനെയാണ് രണ്ടാമത്തെ കേസിലും ഈ 3 സിറ്റുവേഷനിൽ വാല്യൂ കണക്കാക്കുന്നത്. ഇനി മൂന്നാമത്തെ കേസ് എന്താണെന്ന് നോക്കാം. കാർ ഓൺഡ് ബൈ എംപ്ലോയി ആൻഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ എംപ്ലോയർ. രണ്ടാമതായിട്ട് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കാറ് എംപ്ലോയിയുടെ സ്വന്തമാണ്, പക്ഷെ അതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യണത് എംപ്ലോയർ ആണ് എങ്കിൽ ഈ 3 സിറ്റുവേഷനിൽ എങ്ങനെയാണ് വാല്യൂ കണക്കാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് എന്താ? ഓഫീസ് യൂസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നില്ലാണ്, ടാക്സ് പേ ചെയ്യണ്ട. പേഴ്സണൽ യൂസ് ആണെങ്കിലോ ഓൾ എക്സ്പെൻസസ് പ്ലസ് സാലറി ഓഫ് ഡ്രൈവർ മൈനസ് റിക്കവറി. ഇതിൽ എക്സ്പെൻസസ് വരാൻ കാരണം എന്താ? ഈ കാറിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണത് ആരാണ്? എംപ്ലോയർ ആണ്. സോ അതിന് ടാക്സ് പേ ചെയ്യണം എംപ്ലോയി. ദെൻ ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവറിൻ്റെ സാലറി. ഓക്കെ, അപ്പോൾ അതും മീറ്റ് ചെയ്യണത് ആരായിരിക്കും? എംപ്ലോയർ ആയിരിക്കും. പിന്നെ അതിൽ നിന്നും റിക്കവറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കളയണം. അപ്പോൾ ഇവിടെ ഡിപ്രിസിയേഷൻ ഇല്ല, കാരണം എംപ്ലോയിയുടെ സ്വന്തം കാറാണ്. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഡിപ്രിസിയേഷൻ എമൗണ്ട് ആഡ് ചെയ്തിട്ട് അതിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല എംപ്ലോയിക്ക്. ഇനി ഫോർ പേഴ്സണൽ ആൻഡ് ഓഫീസ് യൂസ് ബോത്ത് സിറ്റുവേഷൻ ആണെങ്കിലോ ഇവിടെയും സ്മോൾ ആൻഡ് ലാർജ് കാർ വെച്ചിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ കാർ ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസസിൽ നിന്നും 1800 പെർ മന്ത് പ്ലസ് 900 പെർ മന്ത് ഫോർ ഡ്രൈവർ ലെസ് ചെയ്ത് കളയണം. അപ്പം എന്ത് ചെയ്യേണ്ടത്? ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ 1800 പെർ മന്തും ഡ്രൈവറിൻ്റെ 900 പെർ മന്തും ആഡ് ചെയ്തിട്ട് ഈ കാറിൻ്റെ ആക്ച്വൽ എക്സ്പെൻസസിൽ നിന്നും അത് ലെസ് ചെയ്ത് കളയണം. ഓക്കെ, ഇനി ലാർജ് കാർ ആണെന്നുണ്ടെങ്കിലോ ആക്ച്വൽ എക്സ്പെൻസസ് മൈനസ് 2400 പെർ മന്ത്
പ്ലസ് 900 പെർ മന്ത് ഫോർ ഡ്രൈവർ. ഇനി കാറ് എംപ്ലോയർ ഹയർ ചെയ്തിട്ടാണ് എംപ്ലോയിക്ക് കൊടുക്കുന്നെങ്കിലോ, ആക്ച്വൽ വാല്യൂ ഓഫ് കാർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ എക്സ്പെൻസസ് പ്ലസ് 900 per month salary for driver plus hire charge minus recovery. അതായത് റെന്റിനെടുത്തിട്ടാണ് കാറ് എംപ്ലോയിക്ക് കൊടുക്കുന്നത്. സോ ആക്ച്വൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതും എംപ്ലോയർ ആയിരിക്കും. അപ്പൊ ആ എക്സ്പെൻസസ് മീറ്റ് ചെയ്തതും ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവറിന്റെ എമൗണ്ടും ഹയറിന് എടുത്തപ്പോൾ അതിന്റെ ഹയർ ചാർജും പ്ലസ് ചെയ്തിട്ട് റിക്കവറി ലെസ് ചെയ്ത് കളയാം. കാറ് ഹയർ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും അവിടെ ഡിപ്രിസിയേഷൻ കണക്കാക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? അപ്പൊ ഇത്രയും കേസസ് ആണ് ഫെസിലിറ്റി ഓഫ് കാറിൽ വാല്യൂ ഓഫ് എ പെർക്വിസിറ്റ്സ് ആൻഡ് ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സിറ്റുവേഷൻസ് പറഞ്ഞത് മനസ്സിലാക്കുക. ആദ്യം എംപ്ലോയറിന്റെ സ്വന്തമാണ്, എക്സ്പെൻസസും എംപ്ലോയർ ആണ് മീറ്റ് ചെയ്യുന്നത്. രണ്ടാമത് വരുന്നത് എംപ്ലോയറിന്റെ സ്വന്തം കാറ് പക്ഷെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ. പിന്നെ മൂന്നാമത്തത് കാറ് എംപ്ലോയിയുടേതാണ് പക്ഷെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. ഓക്കെ, പിന്നെ ഹയർ ചെയ്തിട്ടുള്ള കേസിലും നമ്മൾ കണ്ടു. അപ്പൊ ഇത് ഓരോന്നും ക്ലിയർ ആയിട്ട് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ആദ്യം കണ്ട 2 കേസിലും ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രമായിരുന്നു ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർക്കാണ് ടാക്സബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ മൂന്നാമത്തെ കേസിൽ കാർ ഓൺഡ് ബൈ ദ എംപ്ലോയി ആൻഡ് എക്സ്പെൻസസ് ഇൻകോർഡ് ബൈ ദ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ അത് ഓൾ എംപ്ലോയീസിന് അത് ബാധകമാണ്. കാരണം എന്തുകൊണ്ടാണ്? കാർ ആരുടേതാണ്? എംപ്ലോയിയുടേതാണ്. ഓക്കെ, അപ്പൊ ആ എംപ്ലോയി സ്പെസിഫൈഡ് ആവാം, അല്ലാത്തതും ആവാം. അപ്പൊ എല്ലാ എംപ്ലോയീസിന്റെ കേസസിലും ഈ ഒരു കാര്യം അലൗഡ് ആണ്. ക്ലിയർ? ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പെർക്വിസിറ്റ്സിന്റെ തേർഡ് ടൈപ്പ്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. ഓക്കെ, അപ്പൊ അതില് വരുന്നതാണ് ലീവ് ട്രാവൽ കൺസെഷൻ, LTC. സെക്ഷൻ 10 സബ്സെക്ഷൻ 5 ഈ ഒരു കാര്യം പറയുന്നത്. ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് സാധാരണ കമ്പനി ലീവ് കൊടുക്കാറുണ്ട് ചില കേസിലൊക്കെ. ലീവ് ടൈമിൽ ചിലപ്പം അവര് വല്ല ട്രാവലിംഗ് ഒക്കെ ചെയ്യും. അപ്പൊ ഇവരുടെ ട്രാവലിങ്ങിനുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു പെർക്വിസിറ്റ് ആണ്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്താ നോക്കാം. അപ്പൊ ഈ ട്രാവൽ ചെയ്യുന്നത് ഓൺ ലീവ് ടൈമിലായിരിക്കും, അല്ലെങ്കിൽ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ആഫ്റ്റർ ദ ടെർമിനേഷൻ ഓഫ് എ കമ്പനി. ഇപ്പൊ 2 കേസിലും ലീവ് ട്രാവൽ കൺസെഷൻ കിട്ടും. പക്ഷെ ഇത് ഇന്ത്യക്ക് അകത്ത് മാത്രമാണ് ഇതിന്റെ കൺസെഷൻ ഉള്ളൂ. ഫോറിൻ കൺട്രി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ട്രാവൽ ആണെന്നുണ്ടെങ്കിൽ ഇതിന് പെർക്വിസിറ്റ്സ് ആയിട്ട് കണക്കാക്കില്ല, ഇതിന് കൺസെഷൻ ഒന്നും കിട്ടില്ല. ക്ലിയർ? പിന്നെ എംപ്ലോയിക്കും എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു ലീവ് ട്രാവൽ കൺസെഷൻ അലൗഡ് ആണ്. അപ്പൊ ഈ ഫാമിലി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ആവുന്നത് എന്താ? സ്പൗസ് ആൻഡ് ചിൽഡ്രൻ. പിന്നെ അതേപോലെ തന്നെ എംപ്ലോയിയുടെ പാരന്റ്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പക്ഷെ അവര് ഡിപ്പെൻഡന്റ് ആയിരിക്കണം. ക്ലിയർ? അതാണ് കണ്ടീഷൻ. പിന്നെ കുട്ടികളുടെ നമ്പേഴ്സിൽ റെസ്ട്രിക്ഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. അതില് ചിൽഡ്രൻ ബോൺ ബിഫോർ 13/9/1998. ഓക്കെ, അപ്പൊ ഈ ഒരു ഡേറ്റിന് മുമ്പാണ് കുട്ടികൾ ജനിക്കുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് എക്സംഷൻ അപ്ലൈഡ് ആണ്. ഓക്കെ, അപ്പൊ അതിന് ടാക്സ് കൊടുക്കേണ്ട, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. പക്ഷെ 1/10/1998 ശേഷമാണ് കുട്ടികൾ ജനിച്ചതെങ്കിൽ ഓൺലി 2 ചിൽഡ്രൻ ആണ് എക്സംഷൻ ഉള്ളൂ, ബാക്കി കുട്ടികൾക്ക് ടാക്സ് പേ ചെയ്യേണ്ടി വരും. ക്ലിയർ? പിന്നെ പറയുന്നത് ചിൽഡ്രൻ ബോൺ ഔട്ട് ഓഫ് മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ദ ഫസ്റ്റ് ചിൽഡ്രൻ വി വിൽ ട്രീറ്റ് ആസ് 1 ചിൽഡ്രൻ ഓൺലി. അതായത് ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ഉള്ള ഡെലിവറിയിൽ 2 കുട്ടികളാണ്, അതായത് ട്വിൻസ് ആയിട്ടാണ് കുട്ടികൾ ജനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്വിൻസിന് ഒരു കുട്ടിയായിട്ടാണ് ഈ ഒരു പെർക്വിസിറ്റ്സിന്റെ കേസിൽ ട്രീറ്റ് ചെയ്യുന്നത്. കുട്ടികളുടെ നമ്പേഴ്സിലുള്ള റെസ്ട്രിക്ഷൻ മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിന്റെ എമൗണ്ട് ഫോർ എക്സംഷൻ, ഏതുവരെയാണ് എക്സംഷൻ ഉള്ളത് ഈ ലീവ് ട്രാവൽ കൺസെഷൻ നോക്കാം. ഇപ്പൊ ട്രാവൽ ചെയ്യുന്നത് ബൈ എയർ ആണെന്നുണ്ടെങ്കിൽ ഇക്കണോമിക് ക്ലാസ് ഷോർട്ടസ്റ്റ് റൂട്ട് ആയിരിക്കണം, ഇക്കണോമിക് ക്ലാസ് വരെയാണ് എക്സംഷൻ. ഓക്കെ, ഇനി ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, അതും ഷോർട്ടസ്റ്റ് റൂട്ടാണ്. ദെൻ അതേഴ്സ് എന്ന് പറയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എക്സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഡൂലക്സ് ക്ലാസ് ഫെയർ വരെ നോൺ ടാക്സ് ആണ്.
പിന്നെ നോ പബ്ലിക് സിസ്റ്റം ഒന്നും ഇല്ലെങ്കിൽ എമൗണ്ട് ഈക്വൽ ടു ഫസ്റ്റ് ക്ലാസ് AC റെയിൽ ഫെയർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലീവ് ട്രാവൽ കൺസെഷന്റെ എക്സംഷൻസ് ഉള്ളത്. അതിൽ എയർ, ട്രെയിൻ ആൻഡ് അതർ പബ്ലിക് ട്രാൻസ്പോർട്ട് കേസിൽ നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് മെഡിക്കൽ ഫെസിലിറ്റി, സെക്ഷൻ 7 സബ്സെക്ഷൻ 2. ഈ ഒരു മെഡിക്കൽ ഫെസിലിറ്റി എംപ്ലോയിക്കും എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിനും അലൗഡ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ 2 സിറ്റുവേഷൻ പറയുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഇൻ ഇന്ത്യ ആൻഡ് ട്രീറ്റ്മെന്റ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ പറയുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഇനി ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ, എംപ്ലോയറിന്റെ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഫ്രീ ആണ്, വാല്യൂ ഈസ് നിൽ. ദെൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണെന്നുണ്ടെങ്കിലും അവിടെ വാല്യൂ നില്ലായിരിക്കും. ദെൻ ഹോസ്പിറ്റൽസ് അപ്രൂവ്ഡ് ബൈ ദ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, ചീഫ് കമ്മീഷണർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ വാല്യൂ നില്ലാണ്. ഇനി മെഡിക്കൽ ഫെസിലിറ്റി ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ആൻഡ് സ്റ്റേ എക്സ്പെൻസസ് ഉണ്ട്, പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ എന്താ നോക്കാം. ട്രീറ്റ്മെൻറ്റ് ആൻഡ് സ്റ്റേ എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പെർമിറ്റഡ് ബൈ RBI പെർമിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഇനി ട്രാവലിംഗ് എക്സ്പെൻസസ്, ട്രാവൽ ചെയ്യുമ്പോൾ പേഷ്യൻസ് പ്ലസ് ഒരാളും കൂടെ ഉണ്ടാവും. അതായത് ആ പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡ് ഇൻ ഇന്ത്യയിൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷനായിട്ട് നോക്കുന്നത് ആ ഒരു എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താ, 5 ഹെഡ്സും ടോട്ടൽ ചെയ്തിട്ടുള്ള ഒരു ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ. ക്ലിയർ? അപ്പോൾ ഇഫ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം അപ് ടു 2 lakhs ആണെന്നുണ്ടെങ്കിൽ വാല്യൂ നില്ലായിരിക്കും. ദെൻ ഇഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം എക്സീഡ് ₹2 lakhs, അപ്പോൾ ആക്ച്വൽ എക്സ്പെൻസസ് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് എംപ്ലോയിക്ക് ചെലവാക്കിയ ആക്ച്വൽ എക്സ്പെൻസസ് എത്രയാണോ അതായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് മെഡിക്കൽ എക്സ്പെൻസസിൽ വരുന്നത്. ഇനി ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞ ലീവ് ട്രാവൽ കൺസെഷൻ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് കൂടാണ്ട് വരുന്ന പെർക്വിസിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടീ ആൻഡ് സ്നാക്സ് പ്രൊവൈഡഡ് ഇൻ ദ ഓഫീസ്, റെസിഡൻഷ്യൽ accommodation provided at site, expenses on telephone including mobile phone, employers' contribution to staff group insurance scheme, scholarship to employees and their children, cost of refresher courses, facility of conveyance from residence to office and back, tax paid on the value of perquisites to government employees posted abroad, then laptops and computers, and last one is rent free house and conveyance facility provided to Supreme Court and High Court judges. Okay, സോ ഇതോടുകൂടി നമ്മൾ പെർക്വിസിറ്റ്സിൻ്റെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് പെർക്വിസിറ്റ്സ് ആണ് നമ്മൾ കണ്ടത്. ആദ്യം ടാക്സ് പെർക്വിസിറ്റ്സ് ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്, പിന്നെ പെർക്വിസിറ്റ്സ് ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്, പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. അപ്പോൾ ഓരോ പെർക്വിസിറ്റ്സിൻ്റെയും അണ്ടറിൽ വരുന്ന പെർക്വിസിറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. എങ്കിലാണ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പെർക്വിസിറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന essay ക്വസ്റ്റ്യൻസ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഫോർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇൻകം ഫ്രം സാലറീസിൽ വരുന്നൊരു കുഞ്ഞു ടോപ്പിക്കാണ് പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി. ദാറ്റ് മീൻസ് എനി എമൗണ്ട് അതർ ദാൻ സാലറി. അതായത് ഒരു എംപ്ലോയിക്ക് എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നും സാലറി അല്ലാണ്ട് കിട്ടുന്ന ഏതെങ്കിലും എമൗണ്ടിനെയാണ്, അതാണ് ഈ ഒരു പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ഇൻകം ഫ്രം സാലറീസിൽ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു SSCയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആഡ് ചെയ്യുന്നതാണ്. അതിൽ ആദ്യം വരുന്ന ഐറ്റം എന്താ നോക്കാം. എംപ്ലോയിയുടെ ടെർമിനേഷൻ ബന്ധപ്പെട്ടിട്ട് എംപ്ലോയിക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനി കോമ്പൻസേഷൻ,
due or received by the employee from the employer in connection with his termination. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എനി എമൗണ്ട് ഡ്യൂ ഓർ റിസീവ്ഡ് ഫ്രം എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ. ഇപ്പോഴത്തെ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മുമ്പത്തെ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് എംപ്ലോയിക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്. ഇനി മൂന്നാമതായിട്ട് പറയുന്ന അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ 2 ടൈപ്പ് ഓഫ് കോൺട്രിബ്യൂഷൻ ഉണ്ട്, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആൻഡ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ. ഇവിടെ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും പ്ലസ് ആ കോൺട്രിബ്യൂഷൻ്റെ ഇൻട്രസ്റ്റുമാണ് ഈ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് എനി എമൗണ്ട് റിസീവ്ഡ് അണ്ടർ എ കീമാൻ ഇൻഷുറൻസ് പോളിസി. എന്താണ് കീമാൻ ഇൻഷുറൻസ് പോളിസി? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു എംപ്ലോയിയുടെ ലൈഫിൻ്റെ മുകളിൽ എടുക്കുന്ന ഇൻഷുറൻസ്, അതിൽ നിന്നും എന്തെങ്കിലും ഒരു എമൗണ്ട് എംപ്ലോയിക്ക് റിസീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു എംപ്ലോയി ദെൻ വേറൊരു അതർ പേഴ്സൺ. അപ്പോൾ ഈ എംപ്ലോയി ആ ഒരു പേഴ്സണ് ഒരു വർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സർവീസിന് മുമ്പും ശേഷവും ആ പേഴ്സൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് ഈ എംപ്ലോയി റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അതും ഈ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇത്രയും 5 ഐറ്റംസ് ആണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വരാം, 2 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആൻഡ് വിച്ച് ഇസ് ദ ഐറ്റംസ് കം അണ്ടർ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇതിൽ വരുന്ന 5 ഐറ്റംസും എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സുള്ളത്. നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതേപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനും അതേപോലെ തന്നെ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ക്ലാസ്സസിൻ്റെ നോട്ട്സ് PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻകം ഫ്രം സാലറീസിലെ നെക്സ്റ്റ് ടോപ്പിക്സ് ആയിട്ട് കാണാം. താങ്ക് യു.